കശ്യപ മഹർഷിക്ക് വിനത, കദ്രു എന്നിങ്ങനെ 2 ഭാര്യമാരുണ്ടായിരുന്നു. അവർക്ക് വരം നൽകാൻ കശ്യപൻ തയ്യാറായപ്പോൾ കദ്രു 1000 ശക്തരായ നാഗപുത്രന്മാരെ ആവശ്യപ്പെട്ടു. കദ്രുവിന്റെ 1000 പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠരായ 2 പുത്രന്മാരെയാണ് വിനത ആഗ്രഹിച്ചത്. കശ്യപൻ ഇരുവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തു. കദ്രുവിന്റെ 1000 മുട്ടകളിൽ നിന്ന് കാലക്രമേണ അവളുടെ നാഗപുത്രന്മാർ ജനിച്ചു. എന്നാൽ വിനതയ്ക്ക് ലഭിച്ച 2 മുട്ടകൾ വളരെ കാലം വിരിഞ്ഞില്ല. ക്ഷമയില്ലാതെ വിനത ഒരു മുട്ട സമയത്തിന് മുൻപേ പൊട്ടിച്ചു. അതിൽ നിന്ന് പൂർണ്ണമായി വളർച്ചയെത്താത്ത ഒരു കുട്ടി പുറത്തു വന്നു. അവനാണ് അരുണൻ. മാതാവിന്റെ അക്ഷമയിൽ കോപിച്ച് അരുണൻ വിനതയെ ശപിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു: മാതേ, അങ്ങ് കദ്രുവിന്റെ ദാസിയായി തീരും. മാതാവിന്റെ 2ാമത്തെ മകനും മാത്രമേ ഈ ദാസ്യത്തിൽ നിന്ന് അങ്ങയെ മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം അരുണൻ സൂര്യദേവന്റെ തേരാളിയായി മാറി. 500 വർഷങ്ങൾക്ക് ശേഷം 2ാമത്തെ മുട്ട വിരിഞ്ഞു. അതിൽ നിന്ന് ദിവ്യനായ ഗരുഡൻ പുറത്തു വന്നു. ഗരുഡന്റെ അളവറ്റ ശക്തിയും വലിയ ചിറകുകളുടെ വിസ്തൃതിയും തേജസ്സുള്ള രൂപവും കണ്ട് 3 ലോകങ്ങളും അത്ഭുതപ്പെട്ടു. തുടർന്ന് ഗരുഡന്റെ മാതാവായ വിനതയെ കദ്രുവിന്റെയും പുത്രന്മാരായ നാഗങ്ങളുടെയും ദാസ്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഗരുഡൻ അമൃതെടുക്കാൻ പോയത്. നാഗങ്ങൾ വെച്ച നിബന്ധന ഇങ്ങനെയായിരുന്നു: അമൃത് കൊണ്ടുവന്നാൽ മാത്രമേ വിനതയെ സ്വതന്ത്രയാക്കൂ. വിനതയുടെ മോചനത്തിലുള്ള വിലയായിരുന്നു അമൃത്. തന്റെ മാതാവിനെ മോചിപ്പിക്കാൻ വേണ്ടി ഗരുഡൻ ദേവന്മാരുമായി യുദ്ധം ചെയ്ത് അമൃത് സ്വന്തമാക്കി. എന്നാൽ ഗരുഡൻ സ്വയം അത് ഭക്ഷിച്ചില്ല. തിരിച്ചു വരുന്ന വഴിയിൽ അദ്ദേഹം മഹാവിഷ്ണുവിനെ കണ്ടുമുട്ടി. ഗരുഡന്റെ മാതൃഭക്തി, സത്യസന്ധത, അത്യാഗ്രഹമില്ലായ്മ എന്നിവയിൽ സംപ്രീതനായ മഹാവിഷ്ണു ഗരുഡന് അമരത്വം നൽകുകയും തന്റെ വാഹനമായി മാറാൻ വരം നൽകുകയും ചെയ്തു. അങ്ങനെ ഗരുഡൻ ശ്രീഹരി വിഷ്ണുവിന്റെ വാഹനമായി മാറി.